Hello students, welcome to this video. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു പ്രോഗ്രാമാണ്, ദാറ്റ് ഈസ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഓൾറെഡി നമ്മൾ സമ്മ് കാണുന്ന പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നതാണ്. ഓക്കെ, അങ്ങനെ കീബോർഡിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഹൗ യു ക്യാൻ ആഡ് 3 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ആവറേജ്. എങ്ങനെയാണ് അതിൻ്റെ ആവറേജും അതുപോലെ തന്നെ സമ്മും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so let's start. So നമ്മൾ ദേവ് C++ ഇവിടെ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ void main കൊടുക്കുകയാണ്, void main, ആൻഡ് ഹിയർ നമുക്കിവിടെ 3 നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. 3 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വേരിയബിൾസ് വേണം അല്ലേ. സോ ഞാൻ വേരിയബിൾ 1 num1 എന്ന് കൊടുക്കുകയാണ്, num2 num3 ഇങ്ങനെ വേരിയബിൾ നെയിംസ് കൊടുക്കാം. അല്ലെങ്കിൽ സിംപ്ലി ഞാൻ ഫോർ സിംപ്ലിസിറ്റി a, b, c എന്ന് കൊടുക്കാം. a, b, c. ഓക്കെ, അതേപോലെ തന്നെ വി വാണ്ട് എ വേരിയബിൾ ആവറേജ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, ആവറേജും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ വേണം, ദാറ്റ് ഈസ് ആവറേജ് അല്ലെ. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ AVG എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. വേരിയബിൾ നെയിംസ് ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ AVG എന്ന് പറയുന്ന വേരിയബിൾ നെയിം യൂസ് ചെയ്യണം. ഇനി ഈ ആവറേജ് എന്ന് പറയുന്നത് മിക്കവാറും റിയൽ നമ്പേഴ്സാണ് നമുക്ക് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതൊരു ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഫ്ലോട്ട് AVG. സോ ആവറേജ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് അല്ലേ. നമുക്ക് 3 വാല്യൂസിൻ്റെ ആവറേജ് എപ്പോഴും ഇൻറ്റീജർ കിട്ടണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫ്ലോട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. നൗ നമ്മൾ എന്ത് ചെയ്യണം, 3 നമ്പേഴ്സ് റീഡ് ചെയ്യലാണ് അടുത്ത പണി. ഓക്കെ, സോ printf we want to read the first number അല്ലേ. സോ enter the first number. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്യും, ആ നമ്പർ എൻ്റർ ചെയ്യും. അപ്പോൾ enter the first number കഴിഞ്ഞിട്ട് 2 കോളം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പറും ഇതും തമ്മിലുള്ള സെപ്പറേഷൻ കിട്ടും. ഓക്കെ, സോ enter the first number. അപ്പോൾ he will enter a number. അപ്പോൾ അത് റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, scanf യൂസ് ചെയ്യാം. scanf %d ബിക്കോസ് അത് ഇൻറ്റീജർ ആണ്. ആൻഡ് നൗ ആംബർസെൻഡ് എ, ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എയിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്യണം. യു ഹാവ് ടു റീഡ് ദ സെക്കൻഡ് നമ്പർ അല്ലേ. സോ ഐ എം പ്രിൻറ്റിംഗ് ദ മെസ്സേജ് printf enter the second number. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് വീണ്ടും ഒരു നമ്പർ എൻ്റർ ചെയ്യും. അത് റീഡ് ചെയ്യാൻ അഗെയിൻ ഐ എം യൂസിങ് scanf ഫംഗ്ഷൻ. സോ scanf %d കോമട്ട് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക, വേരിയബിൾ നെയിം %b. ഓക്കെ, %b എന്നാണ് കൊടുക്കേണ്ടത്. ആംബർസെൻഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, റീഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മൂന്നാമത്തെ വേരിയബിളും മൂന്നാമത്തെ വാല്യൂ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. സോ ഐ എം ഗിവിങ് ഇറ്റ് എൻ്റർ ദ തേർഡ് നമ്പർ. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്, എൻ്റർ ദ തേർഡ് നമ്പർ. അപ്പോൾ ഇവിടെ scanf %c എന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റോട് കൂടി നമ്മൾ 3 നമ്പേഴ്സും ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതെന്താന്ന് പറഞ്ഞാൽ സം എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുണ്ട്. ഓക്കെ, നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സം അല്ലേ. സം ഈസ് ഈക്വൽ ടു 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആവറേജുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്കറിയാം a plus b plus c. അത് 3 ആഡ് ചെയ്തിട്ട് എയും ബിയും സിയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുക, സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ. അപ്പോൾ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് കിട്ടും അല്ലേ. അങ്ങനെയല്ലേ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക, സമ്മ് ഡിവൈഡഡ് ബൈ 3 അല്ലേ. 3 മെമ്പേഴ്സ് ആയതുകൊണ്ട് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. സോ ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 3. നൗ നമ്മൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നൗ വി ക്യാൻ പ്രിന്റ് ഇറ്റ് അല്ലേ. printf the sum of 3 numbers is %d, സം ഉള്ളത് സമ്മിൻ്റെ വേരിയബിളാണ്. %d കണ്ടാൽ ഇറ്റ് വിൽ നോട്ട് പ്രിന്റ് %d. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇത് ഇങ്ങോട്ടേക്കാണ് നോക്കുക. അപ്പോൾ ആ സമയത്ത് %d ഇതിലെ വാല്യൂ സമ്മിലെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. തൽക്കാലം ഞാൻ ആവറേജ് പ്രിന്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. സോ ഇഫ് ഐ കമ്പൈൽ ദിസ്, see there is an error, that is
ഇൻകോമ്പാറ്റിബിൾ ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ സ്കാൻഎഫ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കേട്ട് തഴമ്പിച്ച ഒരു എററാണ്. സോ ഹിയർ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തിട്ടില്ല. അതായത് സ്കാൻഎഫും പ്രിന്റ്എഫും രണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, stdio.h ഹെഡർ ഫയൽ കൊടുക്കണം. stdio.h എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടിന് വേണ്ടിയുള്ള സ്കാൻഎഫും ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിന്റ്എഫും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്, ഈ stdio-ൻ്റെ ഉള്ളിലാണ്. സോ ഐ എം ഗിവിങ് ഇറ്റ് ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഓക്കെ, സോ ഞാനത് കൊടുത്തു. അഗെയിൻ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്, കമ്പൈൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്, സേവ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കൺട്രോൾ-S അടിച്ച് സേവ് ചെയ്യുന്നതാണ്. സോ സം.c വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് സേവ് ചെയ്തു. ഓക്കെ, സോ കമ്പൈലിംഗ്. നൗ വി ആർ നോട്ട് ഹാവിങ് എനി എറർ. ഓക്കെ, ഇപ്പോൾ എറർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി റൺ ചെയ്യാണ്. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ആസ്കിങ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യാണ്, ദാറ്റ് ഈസ് 5. Now again it is asking, അല്ലേ, പ്രോഗ്രാം നോക്കുമ്പോൾ അറിയാം, എൻ്റർ ദ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, എയിലേക്ക് റീഡ് ചെയ്തു. ഇനി അടുത്ത അഗെയിൻ പ്രിൻ്റ് എൻ്റർ ദ സെക്കൻഡ് നമ്പർ. അപ്പോൾ ഞാനൊരു 7 എൻ്റർ ചെയ്തു. അഗെയിൻ ഇറ്റ്സ് ആസ്കിങ് പ്രിൻ്റ് എൻ്റർ തേർഡ് നമ്പർ. അത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്, അല്ലേ. അപ്പോൾ അഗെയിൻ ഐ എം ഗിവിങ് 9. ഓക്കെ, സോ അത് എക്സിക്യൂഷൻ ചെയ്തു, സമ്മ് എയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തു, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് കാണുന്നു, ദ സം ഓഫ് 3 numbers ഈസ് 21. Isn't it correct? Yes. So നമ്മൾ എന്ത് ചെയ്തു, സമ്മ് കാൽക്കുലേറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മളിവിടെ ആവറേജും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് വി ഡിഡ് നോട്ട് പ്രിന്റ് ഇറ്റ്, അല്ലേ. നമ്മളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ നമുക്കത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ദി ആവറേജ് ഓഫ് 3 numbers ഈസ് %d. അതിനുശേഷം ഇവിടെ എന്തിൻ്റെ വാല്യൂ കൊടുക്കുക, avg എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. ഓക്കെ, നൗ ദിസ് വിൽ പ്രിന്റ് ദ ആവറേജ് ഓൾസോ. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സം ഓഫ് 3 numbers ഈസ് %d, അല്ലെങ്കിൽ സം ഓഫ് 3 numbers ഈസ് 21 എന്ന് വന്നു. അതേ ലൈനിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ആവറേജ് ഓഫ് 3 numbers വരെ നമ്മൾ അടുത്ത ലൈനിൽ കൊടുത്തതാണെങ്കിലും ഇതെല്ലാം ഒരു ലൈനിലാണ് പ്രിന്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, ഒരു /n ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. നമുക്കറിയാം /n ന്യൂ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഐ എം കമ്പൈലിംഗ് ദിസ്. And if I run this program, ഞാൻ ആദ്യം 5 കൊടുത്തു, 6 കൊടുത്തു, 7 കൊടുത്തു. The sum of 3 numbers is 18 and the average of 3 numbers is what? Average is equal to, നമുക്ക് കിട്ടുന്നത് 0 എന്നാണ്. ഓക്കെ, average is equal to 0. So if you look at the program, നമ്മൾ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. സമ്മ് 0 എന്നാണ് വരുന്നത്, അല്ലെ, ആവറേജ് 0 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഇവിടെ നമ്മൾ പ്രിന്റ് ഓഫ് ആവറേജ് ഓഫ് 3 numbers ഈസ് %d എന്നാണ് കൊടുത്തത്. നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് കൊടുക്കണം, %f എന്നാണ് കൊടുക്കേണ്ടത്. സ്കാൻഎഫിൻ്റെ കേസിലും പ്രിന്റ്എഫിൻ്റെ കേസിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇഫ് യു ആർ റീഡിങ് ഓർ ഇഫ് യു ആർ ഡിസ്പ്ലേയിങ് എൻ ഇൻറ്റീജർ വി ഷുഡ് ഗിവ് %d. ഇഫ് യു ആർ റീഡിങ് ഓർ ഇഫ് യു ആർ ഡിസ്പ്ലേയിങ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വി ഷുഡ് ഗിവ് %f. അപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ആ രീതിയിൽ അവിടെ എറർ നമുക്ക് കാണിച്ചത്. സോ ഈ ഒരു പ്രോഗ്രാം ഒന്നും കൂടെ ഞാൻ റൺ ചെയ്യാണ്. സോ ദ ഫസ്റ്റ് നമ്പർ ഇസ് 5 കൊടുത്തു, സെക്കൻഡ് നമ്പർ 10 കൊടുത്തു, തേർഡ് നമ്പർ 15 കൊടുത്തു. സോ ദ സം ഓഫ് 3 numbers 30 ആണ്. ആവറേജ് ഓഫ് 3 numbers ഇസ് 10.00 വിച്ച് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ 3 നമ്പേഴ്സിൻ്റെ സമ്മും ആവറേജും കാണിക്കാനുള്ള, അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ 3 നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ലൈൻസാണ് ടൈപ്പ് ചെയ്തത്, അല്ലേ. ഈ ഒരു ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3 നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടി 3 സ്കാൻഎഫ് ആണ് യൂസ് ചെയ്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്കാൻഎഫിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒതുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാനൊരു %d എന്ന് കൊടുത്തില്ലേ, അതിന് പകരം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ കൊടുക്കാം. അതായത് 3 വാല്യൂസും കൂടെ ഒരുമിച്ച് എങ്ങനെ റീഡ് ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത്. സ്കാൻഎഫ് %d 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 3 %d കൊടുക്കുക. അതിനുശേഷം കൊമ ഇട്ടിട്ട് %a %b
ആംപർസെൻറ്റ് സി. ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 ലൈനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരുമിച്ച് നമുക്ക് 3 വാല്യൂസിനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുന്നതിന് പകരം എൻ്റർ 3 നമ്പേഴ്സ് അങ്ങോട്ട് കൊടുക്കുക. എൻ്റർ 3 നമ്പേഴ്സ്. അപ്പോൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നോ എറേഴ്സ്. സോ എൻ്റർ 3 നമ്പേഴ്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നമ്പർ മാത്രം കൊടുക്കുകയാണ്. 3 എന്ന് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്താലും നമുക്കൊന്നും വരില്ല. കാരണം നമുക്കിവിടെ 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നവരെ സ്കാനഫ് വെയിറ്റ് ചെയ്യും. അതാണ് സ്കാനഫിൻ്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ അടുത്ത നമ്പറായിട്ട് 4 എന്ന് കൊടുത്തു. എഗെയിൻ ഇറ്റ് വിൽ നോട്ട് എക്സിക്യൂട്ട്. ഒരു നമ്പറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യുള്ളൂ 5. നൗ ഇറ്റ് ഗോട്ട് 3 നമ്പേഴ്സ്. അപ്പോൾ 3, 4, 5 3 നമ്പേഴ്സ് കിട്ടി. 12 ആണ്. അതിൻ്റെ സം ആവറേജ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, സോ സ്കാനഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ വാല്യൂസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ഇതിൽ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഒന്നുകിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, എന്നിട്ട് അടുത്ത വാല്യൂ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ട് സ്പേസ് പ്രസ് ചെയ്യുക, എന്നിട്ട് അടുത്ത വാല്യൂ എൻ്റർ ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് the program to find the sum and average of 3 numbers. So I think you got the concept. So thank you.